വർഷം 1936 മെയ് മാസം 3-ാം തീയതി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് ഒരു കപ്പൽ യാത്ര തിരിക്കുകയാണ്. അത്യാവശ്യം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന 42 പാസഞ്ചേഴ്സും 55 നാവികരുമാണ് കപ്പലിലെ യാത്രക്കാർ. അവരെ യാത്രയാക്കാൻ വേണ്ടി നാട്ടുകാരും ജനപ്രതിനിധികളും പത്രപ്രവർത്തകരും സമൂഹത്തിലെ മറ്റു ഉന്നതരായ നേതാക്കളുമെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ സമയം രാത്രി 7 മണിയോടടുത്തു. ക്യാപ്റ്റൻ മാക്സ് തൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് കപ്പലിൻ്റെ നങ്കൂരങ്ങൾ ഉയർത്താൻ കൽപ്പിച്ചു. അങ്ങനെ പതിയെ പതിയെ കപ്പൽ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ മിന്നിമറയുന്നുണ്ടാവും. എന്തിനാണ് കേവലം ഒരു കപ്പലിനെ യാത്രയാക്കാൻ വേണ്ടി ഇത്രത്തോളം ജനങ്ങൾ തടിച്ചുകൂടിയത്? എന്ന് മുതൽക്കാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ ആകാശത്തിലൂടെ പറന്നുയരാൻ തുടങ്ങിയത്? 200-300 ആളുകൾ സഞ്ചരിക്കുന്ന ആഡംബര കപ്പലുകൾ നിരത്തിലിറങ്ങുന്ന കാലത്ത് 42 യാത്രക്കാരുമായി ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക് യാത്ര പോകുന്നതിൻ്റെ യുക്തി എന്താണ്? മാത്രമല്ല, ഇതൊരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. ഈ ചാനലിൽ എന്തുകൊണ്ടാണ് ഒരു കപ്പലിൻ്റെ കഥ പറയുന്നത് തുടങ്ങിയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. വെൽക്കം ടു കെംബി ഓഫ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ബ്ലിംബ് എയർഷിപ്പ് എന്നൊക്കെ പേര് വിളിക്കപ്പെട്ടിരുന്ന ഈയൊരു കപ്പൽ ഏറ്റവും കൂടുതൽ നിർമ്മിച്ചിരുന്നത് ജർമ്മനിയും ബ്രിട്ടനുമായിരുന്നു. 1936 ജർമ്മനിയിൽ നിർമ്മിച്ച ഒരു കൂറ്റൻ ആകാശ കപ്പലായിരുന്നു ഹിൻഡൻബർഗ്. ഇതിൻ്റെ വലിപ്പം കേട്ടാലാണ് നമ്മൾ അമ്പരക്കുന്നത്. 245 മീറ്റർ നീളം, അഥവാ ടൈറ്റാനിക്കിനേക്കാൾ 25 മീറ്റർ കുറവ്. പക്ഷേ ടൈറ്റാനിക്കിനേക്കാൾ ഉയരം ഈ ഒരു ആകാശക്കപ്പലിനുണ്ടായിരുന്നു. ഇത്രയും ഭീമാകാരമായ ഒരു വസ്തു വെറും 90 മീറ്റർ ഉയരത്തിൽ ആകാശത്തിലൂടെ പതിയെ പറക്കുന്നത് ആ കാലത്ത് ഒരു വിസ്മയം തന്നെയായിരുന്നു. മാത്രമല്ല, പറക്കുന്ന ഒരു ലക്ഷൂറിയസ് ഹോട്ടൽ കൂടിയായിരുന്നു ഹിൻഡൻബർഗ്. ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട ഡെക്കുകളാണുള്ളത്. അപ്പർ ഡെക്കിൽ ആളുകൾ ഇരിക്കുന്നു, നടക്കുന്നു, വിശ്രമിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മദ്യപിക്കുന്നു തുടങ്ങി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ലഭിക്കാവുന്ന എല്ലാവിധ സൗകര്യങ്ങളും അപ്പർ ഡെക്കിലാണുള്ളത്. അതിനു പുറമെ 25 റൂമുകളും ഓരോ റൂമുകളിൽ 2-3 ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും 30 ബാത്റൂമുകളും. അങ്ങനെ ഇതിനുള്ളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊരു കപ്പലാണോ അതോ 5 സ്റ്റാർ ലക്ഷൂറിയസ് ഹോട്ടലാണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ഈ കപ്പൽ നിർമ്മാതാക്കൾ നിർമ്മിച്ചിരിക്കുന്നത്. പുറമേയുള്ള കാഴ്ചകൾ ആസ്വദിക്കാനായി കപ്പലിൻ്റെ ഇരുവശങ്ങളിലും നീളം കൂടിയ വിൻഡോകളും യാത്രക്കാർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പർ ഡെക്കിന് താഴെയുള്ള ലോവർ ഡെക്കിലാണ് അടുക്കളയും കപ്പൽ ജീവനക്കാരുടെ റൂമുകളും സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്രയും ആഡംബരപൂർണമായ ഈ ഒരു കപ്പലിൻ്റെ പ്രവർത്തനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ സാന്ദ്രത കുറഞ്ഞ വാതകമാണല്ലോ ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഉപയോഗിച്ച് ബലൂണുകളെ ആകാശത്തേക്ക് പറത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാനത് കൊടുക്കാം, നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. ഈ ഒരു തത്വമാണ് ആകാശക്കപ്പലിലും നിർമ്മാതാക്കൾ സ്വീകരിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാതകം ഉപയോഗിച്ച് ഒരു ബലൂണിനെ നമുക്ക് ഉയർത്താൻ കഴിയുമെങ്കിൽ ഒരുപാട് ഹൈഡ്രജൻ ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനത്തെയും ഉയർത്തിക്കൂടെ? അങ്ങനെ ഹൈഡ്രജൻ നിറച്ചു വെച്ച 16 ബാഗുകളാണ് ഹിൻഡൻബർഗ് എന്ന ഈ ആകാശക്കപ്പലിൽ നിർമ്മാതാക്കൾ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ബലൂണിൽ നമ്മൾ ഹൈഡ്രജൻ നിറച്ചാൽ അത് മുകളിലേക്ക് ഉയർന്നു പോകാനുള്ള ടെൻഡൻസി നിരന്തരം കാണിക്കും. അതുകൊണ്ട് നമ്മളൊരു നൂലെടുത്ത് അതിനെ എവിടെയെങ്കിലും ബന്ധിക്കും. അതുപോലെ തന്നെ ഈ ആകാശക്കപ്പലിൽ ഹൈഡ്രജൻ നിറച്ചു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഉയർന്നു പോകാനുള്ള ടെൻഡൻസി നിരന്തരം കാണിച്ചു കൊണ്ടിരിക്കും. അതിനെ തരണം ചെയ്യാൻ വലിയ വടങ്ങൾ ഉപയോഗിച്ച് ഗ്രൗണ്ടിൽ ബന്ധിക്കാറാണ് പതിവ്. ഉയരേണ്ട സമയത്ത് താഴെയുള്ള ജീവനക്കാർ ഈ വടങ്ങളെ സ്വതന്ത്രമാക്കും. ഈ വടങ്ങളെയാണ് കപ്പലിൻ്റെ നങ്കൂരം എന്ന് തുടക്കത്തിൽ ഞാൻ വിശേഷിപ്പിച്ചത്. ഇനി ഈ കപ്പൽ മുകളിലോട്ട് മാത്രം ഉയർന്നാൽ മതിയോ? നേരെയും സഞ്ചരിക്കണ്ടേ? അതിനുവേണ്ടിയാണ് 1100 HP പവറുള്ള 4 എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത്. ആ എഞ്ചിൻ വർക്ക് ചെയ്യിപ്പിക്കാനാണ് ക്യാപ്റ്റനും മറ്റു ക്രൂ മെമ്പേഴ്സും ബോട്ടിൻ്റെ ആകൃതിയിലുള്ള ഗൊണ്ടോല എന്ന ക്യാബിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് കപ്പൽ പൊങ്ങുന്നതെന്നും സഞ്ചരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഇനി കപ്പൽ താഴ്ത്തണ്ടേ? അതിനുവേണ്ടി ബലോനെക്സ് എന്നു പേരുള്ള 2 ബാഗുകളിൽ ഹൈഡ്രജനേക്കാൾ സാന്ദ്രത കൂടിയ വായു നിറക്കും. ഉടനെ തന്നെ പതിയെ പതിയെ കപ്പൽ താഴോട്ട് വരും. രസകരമായ കാര്യം അതല്ല, ഈ കപ്പലുകളിലേക്ക് ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും മറ്റൊരു ഉപകരണത്തിന്റെ സഹായത്താലാണ്. മൂറിംഗ് ടവർ എന്നൊരു വലിയ ടവർ. ഈ ടവറിലേക്ക് ഈ ആകാശ കപ്പലുകൾ വന്ന് ലോക്ക് ചെയ്യും. ഉടനെ തന്നെ
ആകാശ കപ്പലിന്റെ മുൻഭാഗത്തുള്ള എക്സിറ്റ് ഡോറിൽ നിന്നും ഒരു സ്റ്റെയർ കേസ് പുറത്തു വരും. ആ സ്റ്റെയർ കേസിലൂടെ ആളുകൾക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഹൈഡ്രജന്റെ സഹായത്താൽ ഉയരുകയും എഞ്ചിന്റെ സഹായത്താൽ സഞ്ചരിക്കുകയും വായുവിന്റെ സഹായത്താൽ താഴുകയും ചെയ്യുന്ന ഭീമാകാരമായ ഒരു വാഹനമാണ് ഹിൻഡൻബർഗ് എന്ന ആകാശക്കപ്പൽ. ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് ഈ കപ്പലിൽ ഒരു യാത്ര ചെയ്യാം. 1936 ജർമ്മനിയിലെ ധനാഢ്യന്മാരുടെ കാതുകളെ അലോസരപ്പെടുത്തിയിരുന്ന ഒരു പരസ്യമുണ്ടായിരുന്നു. $810 കയ്യിലുണ്ടോ? എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രം ക്രോസ് ചെയ്ത് അമേരിക്കയിൽ പോയി വരാം, അതും വെറും 2 ദിവസം കൊണ്ട്. ഇതായിരുന്നു പരസ്യം. ഈ പരസ്യം ജർമ്മനിയിലെ ധനാഢ്യന്മാർക്ക് തള്ളിക്കളയാൻ പറ്റിയ ഒന്നായിരുന്നില്ല. കാരണം ഈ യാത്രക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. യാത്ര വെള്ളത്തിലൂടെയല്ല, മറിച്ച് ആകാശത്തിലൂടെയാണ്. ആ കാലത്ത് ഒരാൾക്ക് യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് വെള്ളത്തിലൂടെയല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം ഒരു 3 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് പാസഞ്ചർ ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്നത്. കപ്പലിലൂടെയുള്ള യാത്ര മിനിമം 5 ദിവസം കൊണ്ടാണ് അമേരിക്കയിൽ എത്തിക്കുന്നതെങ്കിൽ 2 ദിവസം കൊണ്ട് ഹിൻഡൻബർഗിൽ അമേരിക്കയിൽ എത്താമായിരുന്നു. സാധാരണ പ്രൈവറ്റ് കമ്പനികളാണ് ഇത്തരത്തിലുള്ള ആകാശക്കപ്പലുകൾ നിർമ്മിക്കാറുള്ളതെങ്കിൽ ഹിൻഡൻബർഗ് എന്ന ആഡംബര കപ്പൽ നിർമ്മിച്ചത് ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു. നാസികളുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ പ്രീതിപ്പെടുത്തേണ്ടത് ധനാഢ്യന്മാരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അവർക്ക് യാത്രയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ലായിരുന്നു. ലോകത്ത് അന്ന് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ആകാശക്കപ്പൽ എന്ന ഖ്യാതി ഹിൻഡൻബർഗിനായിരുന്നു. അതുകൊണ്ട് തന്നെ $810 മുടക്കിയാലും ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ സാധിക്കുക എന്നത് അവർക്ക് ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമായിരുന്നു. $810 എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്ത് നല്ലൊരു കാറ് വാങ്ങാമായിരുന്നു. ഈ ഒരു ആകാശക്കപ്പലിൻ്റെ നിർമ്മാണത്തിന് ശേഷം ട്രയൽ റൺ എന്ന നിലയ്ക്ക് ജർമ്മനിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെയെല്ലാം ഈ ഒരു കപ്പൽ ഓടിച്ചിരുന്നു. ഓരോ നഗരത്തിൻ്റെ മുകളിലെത്തുമ്പോഴും കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം ഈ ഒരു വിസ്മയം കാണാൻ വേണ്ടി തടിച്ചുകൂടും. ആ സമയത്ത് ജർമ്മനിയുടെ ദേശീയ ഗാനം ആ കപ്പലിൽ നിന്നും പ്ലേ ചെയ്യിപ്പിക്കും. മാത്രമല്ല നാസികളെ പുകഴ്ത്തിക്കൊണ്ടുള്ള അനൗൺസ്മെൻറ്റുകളും ആ കപ്പലിൽ നിന്ന് പ്ലേ ചെയ്യിപ്പിക്കും. നമ്മുടെ നാട്ടിലൊക്കെ സംഭവമൊക്ക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഗതി. ഏതായാലും നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഹിൻഡൻബർഗ് എന്ന ആകാശക്കപ്പൽ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാവണം ടിക്കറ്റിന് $810 ആയിട്ട് പോലും ആദ്യത്തെ 10 ട്രിപ്പുകൾക്കുള്ള എല്ലാ ടിക്കറ്റുകളും വിറ്റ് തീർന്നത്. അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ആകാശക്കപ്പലുകൾക്ക് വർഷം മുഴുവൻ ട്രിപ്പ് നടത്താനുള്ള ശേഷിയൊന്നുമില്ലായിരുന്നു. കാരണം കാലാവസ്ഥക്കനുസരിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ 10 ട്രിപ്പേ പ്ലാൻ ചെയ്തിട്ടുള്ളായിരുന്നു. ആ ടിക്കറ്റുകളെല്ലാം വിറ്റ് തീർന്നപ്പോൾ നിർമ്മാതാക്കൾക്കും സന്തോഷം, ഗവൺമെൻറ്റിനും സന്തോഷം, ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ വെമ്പൽ കൊള്ളുന്ന യാത്രക്കാർക്കും സന്തോഷം. അങ്ങനെ 1936 മെയ് മാസം 3-ാം തീയതി ഹിൻഡൻബർഗ് എന്ന ആകാശക്കപ്പലിൻ്റെ ആദ്യത്തെ യാത്ര ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ആരംഭിക്കുകയാണ്. ജർമ്മൻ നാസികൾക്ക് ഇതൊരു അഭിമാന നിമിഷമാണ്. ലോകമൊട്ടാകെ തങ്ങളുടെ ഉദ്യമം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം തടിച്ചുകൂടിയിട്ടുണ്ട്. യാത്രക്കാരെല്ലാം ധനാഢ്യന്മാരാണ്. എല്ലാവരും നേരത്തെ തന്നെ കപ്പലിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാം സജ്ജമാണ്. അങ്ങനെ രാത്രി 7 മണി കഴിഞ്ഞു. ക്യാപ്റ്റൻ മാക്സ് ഗ്രൗണ്ട് ക്രൂകളോട് കപ്പലിൻ്റെ വടങ്ങൾ അയക്കാൻ കൽപ്പിച്ചു. അങ്ങനെ പതിയെ പതിയെ ഹിൻഡൻബർഗ് എന്ന ആകാശക്കപ്പൽ മേഘങ്ങളെ ചുംബിക്കാൻ തുടങ്ങി. 90 മീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ കപ്പൽ ജീവനക്കാർ എഞ്ചിനുകൾ വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ കപ്പൽ മുന്നോട്ടും സഞ്ചരിക്കാൻ തുടങ്ങി. യാത്രക്കാരെല്ലാം സന്തോഷത്തിലാണ്. ചിലർ വിൻഡോകളിലൂടെ പുറമേയുള്ള കാഴ്ചകളെല്ലാം ആസ്വദിക്കുന്നു. മറ്റു ചിലർ മ്യൂസിക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റു ചിലർ ക്ലബ്ബുകളിൽ സമയം ചിലവഴിക്കുന്നു. മറ്റു ചിലർ പത്രം വായിക്കുന്നു. ചിലർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പുകവലിക്കാർ അവർക്കായി പ്രത്യേകം സജ്ജമാക്കിയ റൂമിൽ പോയി പുകവലിക്കുന്നു. അതെ, പുകവലിക്കാർക്കായി പ്രത്യേകം ഒരു റൂം തന്നെ കപ്പലിൽ സജ്ജീകരിച്ചിരുന്നു. കാരണം നമുക്കറിയാം, ഹൈഡ്രജൻ എന്ന വാതകം ഹൈലി എക്സ്പ്ലോസീവാണ്, അഥവാ പൊട്ടിത്തെറിച്ച് കത്തുന്ന വാതകമാണ്. ഒരു കാരണവശാലും തീയുടെ ചെറിയൊരു സ്പാർക്ക് പോലും ഹൈഡ്രജൻ ബാഗുകളിൽ സ്പർശിക്കാൻ പാടില്ല. ആ കാലത്ത് ആകാശക്കപ്പലുകളിൽ ഹൈഡ്രജന് പകരം അധികം എക്സ്പ്ലോസീവ് അല്ലാത്ത കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള ഹീലിയവും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ആ കാലത്ത് ഹീലിയം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണത്താൽ യൂറോപ്പിലേക്ക് ഹീലിയം കയറ്റി അയക്കാൻ അമേരിക്ക കൂട്ടാക്കിയിരുന്നില്ല. മാത്രമല്ല ഹീലിയം വളരെ എക്സ്പെൻസീവും കിട്ടാൻ പ്രയാസമുള്ള വാതകവും ആയതുകൊണ്ട് തന്നെ ഹിൻഡൻബർഗിൽ ഹൈഡ്രജനെയാണ് നിർമ്മാതാക്കൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ യാതൊരു തടസ്സങ്ങളുമില്ലാതെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാർ അവരുടെ ജേണി പരമാവധി ആസ്വദിക്കുന്നുണ്ട്.
കപ്പലിന്റെ താഴ്ഭാഗത്തുള്ള ഗൊണ്ടോല എന്ന ക്യാബിനിൽ ക്യാപ്റ്റനും സംഘവും ഇരിപ്പുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് കപ്പലുകൾ ഓടിച്ച് പരിശീലനമുള്ള ആളാണ്. മാത്രമല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പോരാളി കൂടിയാണ് അദ്ദേഹം. അവരോടൊപ്പം ഈ കപ്പലിന്റെ ഉടമസ്ഥരായ സെപ്പല്ലൻ എന്ന കമ്പനിയുടെ ചെയർമാൻമാരിൽ ഒരാളായ ഏണസ്റ്റ് ലെയ്മാനുമുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സ് അത്ര ശാന്തമല്ല. കാരണം 1-2 വർഷങ്ങളായി ഇത്തരത്തിലുള്ള കപ്പലുകൾ അപകടത്തിൽപ്പെട്ട് ആളുകൾക്ക് ജീവൻ വരെ നഷ്ടപ്പെടുന്ന വാർത്ത കേൾക്കാറുണ്ട്. ഈ ഒരു യാത്ര വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ തൊട്ടടുത്തുള്ള 9 യാത്രകളും പൂർത്തിയാക്കാൻ സാധിക്കൂ. എന്നാലേ തുടർന്നുള്ള ഓർഡറുകളും അദ്ദേഹത്തിന് ലഭിക്കൂ. അതുപോലത്തെ ചിന്തകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സമയം ചിലവഴിക്കുന്നത്. അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സേഫാണ്, ഒരു കുഴപ്പമില്ല. എന്നാൽ അറ്റ്ലാന്റിക്കിന് മുകളിലെത്തിയപ്പോൾ കാലാവസ്ഥക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചു. കനത്ത മഴ. അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും അവർ വിചാരിച്ചത്ര സ്പീഡിൽ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു. എന്നാലും യാത്രക്കാർക്കത്ര മടുപ്പ് തോന്നിയില്ല. കാരണം ഈ ക്യാപ്റ്റൻ മാക്സിനൊരു പരിപാടി ഉണ്ടായിരുന്നു. നല്ല കാഴ്ചകളുള്ള സ്ഥലത്തൊക്കെ എത്തിയാൽ കപ്പലിൻ്റെ ഉയരം നന്നായി കുറക്കും. യാത്രക്കാർ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഐസ്ബർഗുകളും ഹിമാനികളും തൊട്ടടുത്തായി ഒരുപാട് സമയം കാണാൻ പറ്റും. അതെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം മെയ് 6-ാം തീയതി നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നിന്നും 12 മണിക്കൂർ വൈകിക്കൊണ്ടാണ് ന്യൂയോർക്കിൻ്റെ ആകാശങ്ങളിൽ കപ്പൽ പ്രത്യക്ഷപ്പെട്ടത്. അതിരാവിലെ 6 മണിക്ക് തന്നെ ന്യൂജേഴ്സിയിലെ ലെയ്ക്കാർഡ്സ് എയർഫീൽഡിൽ എത്തിച്ചേരാം എന്നായിരുന്നു അവർ ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വൈകിട്ട് 6 മണിക്ക് കപ്പൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയ ന്യൂയോർക്കിലെ യാത്രക്കാരുടെ ബന്ധുക്കളും മറ്റു നാട്ടുകാരും എല്ലാം 6 മണിക്ക് മുമ്പ് തന്നെ അവരെ സ്വീകരിക്കാനായി എയർഫീൽഡിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം ന്യൂയോർക്കിൻ്റെ ആകാശങ്ങളിലൂടെ ആദ്യമായാണ് പറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം അവരുടെ ഫ്ലാറ്റിൻ്റെ മുകളിലും കെട്ടിടങ്ങളുടെ മുകളിലും ഈ ഒരു സാധനത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ മാക്സ് നന്നായി ഉയരം കുറിച്ചിട്ടാണ് ന്യൂയോർക്കിൻ്റെ ആകാശങ്ങളിലൂടെ ഈ കപ്പൽ പറത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതിലും 2 മണിക്കൂർ മുമ്പ് തന്നെ ലെയ്ക്കാർഡ്സ് എയർഫീൽഡിൽ ഹിൻഡൻബർഗ് എന്ന ആകാശക്കപ്പൽ എത്തിച്ചേർന്നു. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്കെല്ലാം ഇതൊരു ആദ്യ കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആർപ്പ് വിളിച്ചു. പക്ഷേ ആ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. ഈ സമയത്ത് കപ്പലിനെ താഴെ ഇറക്കാൻ പറ്റില്ല എന്ന് ക്യാപ്റ്റൻ മാക്സിന് മനസ്സിലായി. അദ്ദേഹം ആകാശത്ത് ഈ ഒരു കപ്പലിനെ ഒരുപാട് സമയം വട്ടം കറക്കി. അങ്ങനെ സമയം രാത്രി 7 മണിയോടടുത്തു. ആ സമയത്ത് അന്തരീക്ഷം ഒന്ന് തണുത്തു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം സേഫാണ്, ഇനി താഴെ ഇറക്കാം. അങ്ങനെ തൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് ബലോനെക്സ് എന്ന ബാഗുകളിലേക്ക് വായു നിറക്കാൻ കൽപ്പിച്ചു. മുകളിൽ നിന്ന് താഴോട്ട് വടങ്ങളും ഇട്ടുകൊടുത്തു. എല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കെയാണ് അത് സംഭവിച്ചത്. ഇപ്പോൾ സമയം 7:25 ഈ സമയത്താണ് കപ്പലിൻ്റെ പിറകുവശത്തുള്ള ക്രൂ മെമ്പേഴ്സിൽ ഒരാൾ ഒരു ഭയാനകമായ കാഴ്ച കാണുന്നത്. ഹൈഡ്രജൻ നിറച്ചു വെച്ച ഒരു അറക്കുള്ളിൽ മഞ്ഞയും ചുവപ്പും കലർന്ന ഒരു തീഗോളം. ഈ തീഗോളം താഴെ നിൽക്കുന്നവരിൽ ചിലർ കണ്ടതാണ്. പക്ഷെ അവർ വിചാരിച്ചത് കപ്പലിനുള്ളിലെ വല്ല അലങ്കാര വിളക്കോ മറ്റോ ആണെന്നായിരുന്നു. ഏതായാലും പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സെക്കൻഡുകൾക്കുള്ളിൽ കപ്പൽ കത്തുന്ന ഒരു ശവമഞ്ചമായി തീർന്നു. പ്രാണഭയത്താൽ ഒരുപാട് ആളുകൾ വിൻഡോകളിലൂടെ അത്രയും ഉയരത്തിൽ നിന്ന് എടുത്തു ചാടി. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച ചിലരുടെ മുകളിലേക്ക് കത്തിയൊരുകുന്ന കപ്പലിന്റെ ഭാഗങ്ങൾ വന്ന് പതിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് സാധിച്ചുള്ളൂ. എന്നിരുന്നാലും 97 യാത്രക്കാരുമായി ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ വന്ന് പതിച്ച ഹിൻഡൻബർഗ് എന്ന ആകാശക്കപ്പലിൽ നിന്നും 62 ആളുകൾ രക്ഷപ്പെട്ടു. 35 ആളുകൾ വെന്തു മരിക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ മാക്സ് രക്ഷപ്പെട്ടെങ്കിലും ഒരുപാട് ജീവനക്കാരും അവരോടുകൂടെ കപ്പലിന്റെ ചെയർമാനായ ഏണസ്റ്റ് ഹീമാനും നിന്നു കത്തുന്നത് അദ്ദേഹത്തിന് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. എയർഫീൽഡിൽ ഒരുമിച്ച് കൂടിയവരിൽ ഈ കപ്പൽ വരുന്നതും കാത്ത് ഒരുപാട് പത്രപ്രവർത്തകരും ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ കപ്പൽ തകരുന്നതിന്റെ ഒറിജിനൽ വീഡിയോ ഇന്നും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. മാത്രമല്ല, ഹബ്ബ് മോറിസൺ എന്നൊരു വ്യക്തി തന്റെ റേഡിയോ ശ്രോതാക്കൾക്കായി ഈ കപ്പലിന്റെ ഓരോ ചലനങ്ങളും ലൈവ് കമന്ററിയിലൂടെ നാട്ടുകാരിൽ എത്തിച്ചിരുന്നു. ഈ 2 ഡോക്യുമെന്റുകൾ കൂടി കണ്ടാലേ നമുക്ക് ഈ അപകടത്തിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് മനസ്സിലാവും. ഈ കപ്പലിന്റെ സ്മരണാർത്ഥം ഇന്നും ലെയ്ക്കാർഡ്സ് എയർഫീൽഡിൽ നമുക്കൊരു സ്മാരകം കാണാൻ സാധിക്കും. ഈ അപകടത്തിന് ശേഷം ഇത്തരത്തിലുള്ള കപ്പലുകളുടെ നിർമ്മാണം ദിനംപ്രതി കുറഞ്ഞു തുടങ്ങി. മാത്രമല്ല, പാസഞ്ചർ ഫ്ലൈറ്റുകളുടെ വരവും ഇത്തരത്തിലുള്ള കപ്പലുകളുടെ നിർമ്മാണം കുറച്ചു. ചില പ്രഗത്ഭരായ എഞ്ചിനീയർമാർ പറയുന്നത് ഹിൻഡൻബർഗ് അപകടത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ഇത്തരത്തിലുള്ള കപ്പലുകൾ വ്യാപകമായി നിർമ്മിക്കപ്പെടുമായിരുന്നു. ഏതായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എ ജേണി വിത്ത് ഹൈഡ്രജൻ എന്ന സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ്. രസകരമായ പരീക്ഷണങ്ങളും ആധികാരികമായ ശാസ്ത്രീയ നിരീക്ഷണങ്ങളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ പരിചയപ്പെടുത്തും.
നിങ്ങളെല്ലാം കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക. ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.